കൊതിയൻ ഫുഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലവീശാണ്. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം എൻ്റെ ഗ്രാമമാണ്. ഇവിടെ ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന വൈകുന്നേരങ്ങളിലും മറ്റ് ഒഴിവു സമയങ്ങളിലും വലവീശാറുണ്ട്. ഇത് കായംകുളം കായലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു 3-4 വല വീശി, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കാണുന്ന മീനെ നമ്മൾ എടുക്കാറുള്ളതല്ല. ഇതിൻ്റെ തലയിലും വയറിൻ്റെ അവിടെ താഴ്പോട്ടും കട്ടിയായ മുള്ളുകളാണുള്ളത്. കറികൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ വിടുകയാണ് ചെയ്യാറുള്ളത്. ഈ വലയിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളൊരു 6 വലയോളം വീശിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വീശുമ്പം എല്ലാ വലയ്ക്കും നമുക്കിവിടെ മീൻ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ വലയ്ക്കും മീൻ കിട്ടാതിരിക്കുമ്പോൾ ബോറടിക്കുകയോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാറില്ല. വീണ്ടും നമുക്കൊരു വലയും കൂടി വീശി നോക്കാം. എന്നാന്ന് വെച്ചാൽ, ഇവിടെ മീൻ കിട്ടുന്ന സമയത്ത് അത് കിട്ടുന്നത് കൂട്ടമായിട്ടായിരിക്കും. നല്ല രീതിയിൽ ഇവിടെ മീൻ കിട്ടും. നമ്മൾ വന്ന് വീശിയിട്ട് മീനില്ല എന്നൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇന്ന് വരെ. ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നല്ല ഒരു കറിക്കുള്ള മീനുമായിട്ട് ഇന്ന് ഇവിടുന്ന് എല്ലാവരും പോയിട്ടുണ്ട്. വീണ്ടും ഒരു വല വീശാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ നമ്മൾ വലയെടുത്ത് കൈകളിലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കും. അക്കരയിലും നമ്മൾ അടുത്ത് നിൽക്കുന്നവരെല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സിഗ്നൽ തരും. ആ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും വല വീശാറുള്ളത്. ഇങ്ങനെ അടുത്തിനടുക്കെ വല വീഴുന്നത് കൊണ്ട് ഈ ഒരു ഭാഗത്തൂടെ മീൻ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതപ്പം ഏതെങ്കിലും ഒരു വലയിൽ മീൻ കിട്ടാനുള്ള സാധ്യതകൾ എപ്പോഴും ഇവിടെ കൂടുതലാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ വീശുന്ന ഭാഗത്തിൻ്റെ
രണ്ട് സൈഡും, അതായത് ഇടത് സൈഡും വലത് സൈഡും വീതിയുള്ള കായലാണ്. വീതി കൂടിയ ഭാഗം, വീതി കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വല വീശുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കൂടെ മീനിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ മീൻ കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് കൂടുതലാണ്. ഒരാൾ കൂടി വല വീശാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വീശിക്കൊണ്ടിരുന്ന ആൾ കടവ് മാറി കൊടുത്തിട്ടുണ്ട്. ഇനി വന്നയാളാണ് ഇപ്പോൾ വല വീശുന്നത്. അപ്പോൾ ഞാനും പുതുതായിട്ട് വന്നയാളുമാണ് വല വീശുന്നത്. ഇനി അടുത്ത വല വീശുമ്പോൾ ഞാൻ മാറിക്കൊടുക്കും, അവർ രണ്ടുപേരും കൂടി വല വീശും. വൈകുന്നേരം ഒരു ആകും തോറും ആൾക്കാരുടെ എണ്ണം ഇവിടെ വല വീശാൻ കൂടിക്കൊണ്ടിരിക്കും. ഈ കാണുന്നത് കരിമീൻ കൃഷി ചെയ്യുന്ന കുളമാണ്. ഇത് വലിയ കായലാണ്. ഈ കായലിലും കരിമീൻ കൂട് കൃഷിയുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് വലിയ പീപ്പയിൽ വല സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കരിമീനെ ഇറക്കി വള്ളത്തിൽ വന്നിട്ടാണ് അതിൻ്റെ വളർത്തുന്നവർ അതിന് തീറ്റ കൊടുത്ത് കരിമീനെ വലുതായി കഴിയുമ്പോൾ പിടിച്ച് വിൽക്കുന്നതുമൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ആ നീല കളറിൽ കാണുന്നതാണ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള കരിമീൻ കൂടാണത്.
ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട കരിമീൻ വളർത്തുന്ന കുളമാണ്. ഇവിടെ മീനെ അല്ല വിൽക്കുന്നത്. ഇവിടെ ഒരു 50 ജോഡിയായിട്ടുള്ള കരിമീനെ കൊണ്ട് ഈ കുളത്തിൽ വിടും. വിട്ടിട്ട് അത് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് കരിമീൻ മുട്ട വെക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ പല വലുപ്പത്തിനനുസരിച്ചിട്ടാണ് വില. 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ വലുപ്പം അനുസരിച്ചിട്ടാണ് ഇവിടെ വില. വേണ്ട നമുക്ക് കാണാം. ഈ കരിമീൻ നമ്മൾ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ കരിമീൻ വരുന്നതാണ്. ഈ തീറ്റ കൊടുക്കുന്ന ഓരോ ഏരിയയിൽ കൂട്ടമായിട്ട് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ മീൻ അവിടത്തേക്ക് കൂട്ടമായിട്ട് വരും. അവരുടെ ഷെഡ് അടച്ചിരിക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ തീറ്റയിട്ട് കാണിക്കാമായിരുന്നു. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് കളി വല്ലെന്ന് കാണിച്ചളിയാ. അത് തന്നെ വിരിപ്പ് വന്നേടാ. വിരിപ്പായിരുന്നു എന്ത് കരിമീൻ ആൾ കിടക്കുന്നു. ഈ വലയിൽ നമുക്ക് കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് മര്യാദക്ക് വിഷയം ഇന്ന് കരിമീൻ ഞാൻ പാടുന്നു. ഇവിടെ എപ്പോഴും മീൻ കൂട്ടമായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഈ വലയിൽ 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. കൂടെ നിന്ന് ചേട്ടൻ്റെ വലയിൽ 1 കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കരിമീൻ. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വലവീശലുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.